ഹലോ ഗൈസ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ OTT റിലീസാവുന്നൊരു മൂവി കാണുന്നത്. ഞാനിപ്പോൾ കണ്ടത് വിദ്യാമൊഴിച്ചി എന്ന് പറയുന്ന മൂവിയാണ് നമ്മുടെ അജിത്തിൻ്റെ. അപ്പം ഞാനിത് തുടക്കത്തിൽ ആദ്യം കാണണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന ഒരു മൂവിയാണ്. ഞാൻ യൂഷ്വലി ഇങ്ങനെ കാണാത്തതാണ്. OTT റിലീസ് ചെയ്തിട്ട് ഞാൻ പടങ്ങൾ കാണാറില്ല. ഞാൻ യൂഷ്വലി തിയേറ്ററിൽ പോയി മാത്രമാണ് സിനിമകൾ കാണാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ കാണേണ്ട സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇത് അവനെ വർക്കായി, അപ്പോൾ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി സ്ഥിരം ടെംപ്ലേറ്റ് മൂവി ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതായത് ഫസ്റ്റ് ഹാഫ് വരെ നായകൻ ഒരു പാവപ്പെട്ട ഒരു നായകനും അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻ സീന് ടിപ്പിക്കൽ അജിത്ത് പടമായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ സിനിമയ്ക്ക് കാണാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സ്റ്റാർട്ടിങ് അതുപോലെ അല്ലായിരുന്നു. ഒരു ഫാമിലി ഡ്രാമ കണക്കായിരുന്നു. ഫസ്റ്റ് പ്ലോട്ട് ഞാൻ എന്തായാലും പറയാം. എന്തായാലും ഇറങ്ങിയ പടമാണല്ലോ. ഫസ്റ്റ് പുള്ളിക്കാരൻ്റെയും തൃശ്ശയുടെയും പാസ്റ്റ് കാണിക്കുന്നുണ്ട്, പ്രസൻറ്റ് കാണിക്കുന്നുണ്ട്. അവർ ഹാപ്പി അല്ലാന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു ഡിവോഴ്സിൻ്റെ വക്കിലാണ്. ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. കുട്ടി അബോർട്ടായി പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ തൃശ്ശയ്ക്ക് വേറൊരു അവിഹിതം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലോട്ടിൽ കൂടെയാണ് പോകുന്നത്. ഫുള്ള് ലോസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഭർത്താവ്. അങ്ങനെ ഇരിക്കുന്ന ഇടയിൽ ഇവർ ഒരു ലോങ് ഡ്രൈവ് പോവുകയാണ് തൃശ്ശയുടെ പേരൻസിൻ്റെ വീട്ടിൽ. അപ്പോഴാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് സിനിമയിലോട്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് ഓക്കെ, പെട്ടെന്ന് ഞാൻ ആ സിനിമയിലോട്ട് അങ്ങ് കണക്റ്റായി കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ സിനിമ സ്റ്റാർട്ടായി. അതിനുശേഷമാണ് അർജുൻ വരുന്നത്. അർജുൻ വന്നതിന് ശേഷമാണ് ഫുള്ള് കഥ അങ്ങോട്ട് മാറുന്നത്. കഥ വരുന്നത് ഫുള്ള് പ്ലോട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, എല്ലാം പോകുന്നത് പിന്നെ ട്വിസ്റ്റാണ്. ഫസ്റ്റ് ഹാഫിന് മുമ്പ് ഒരു ട്വിസ്റ്റ്, അതിനുശേഷം ട്വിസ്റ്റ്. ഫസ്റ്റ് ഹാഫിന് മുന്നേ തന്നെ ഒരു 3-4 ട്വിസ്റ്റ് ഉണ്ട്. അത് കൊള്ളാം, നന്നായിട്ട് വർക്കൗട്ട് ഉണ്ട്. ഞാനിത് ആലോചിച്ചത് ഇത് എവിടെ പോകുന്നു, ഞാനും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പോൾ അത് നല്ലൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൊള്ളായിരുന്നു. ഈ മൂവി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ ചെറിയ അപാകതയേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഗേജിങ് എലമെൻ്റ് എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ തിയേറ്ററിൽ ആളെ കയറ്റാനുള്ള ഒരു എലമെൻ്റ് ഇതിൽ മിസ്സിങ് ആയിട്ട് പോലെ തോന്നി. അതേപോലെ തന്നെ എനിക്ക് മ്യൂസിക് എനിക്കധികം അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അനിരുദ്ധിൻ്റെ ഒരു മൂവിക്ക് ഇങ്ങനെ പറയുന്നത്. അനിരുദ്ധ് എല്ലാത്തിലും പക്ഷേ നല്ല രീതിയിൽ തന്നെ നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് പുള്ളിക്കാരൻ. പക്ഷേ എനിക്കിതിൽ അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. എന്തെന്ന് വെച്ചാൽ മേ ബി പ്ലേസ്മെൻ്റ് ആയിരിക്കും, മേ ബി ട്യൂണ് ഈ മൂവിയായിട്ട് ഒട്ടും ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു ട്യൂണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇത് കുറച്ചുകൂടെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം. വലിയ മാസ് പരിപാടിയൊന്നുമില്ല. ഇതൊരു സാധാരണക്കാരൻ്റെ ഒരു പടമാണ്. സാധാരണക്കാരൻ മീൻസ് അങ്ങനെ വലിയ പാസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാ ഒരു പുള്ളിയുടെ കഥയാണ്. അപ്പോൾ ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊരു സാധാരണ ഒരാളുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ആക്ഷനിലും കുറച്ച് ഫോളോയിങ്ങിന് തോന്നുമെങ്കിലും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ടീമാണെങ്കിലും. ഔട്ട്പുട്ട് എനിക്ക് തോന്നുന്നു എഡിറ്റിങ്ങും കുറച്ച് പ്രശ്നമുള്ളത് പോലെ ഫീൽ ചെയ്തു. എഡിറ്റിങ്ങും മ്യൂസിക്കുമായിരിക്കണം ഈ മൂവിയുടെ ഒരു പരാജയം, അല്ലെങ്കിൽ ഇതൊരു ആവറേജ് മൂവി ആയിപ്പോയതെന്ന് തോന്നുന്നു. മേ ബി മ്യൂസിക് കുറച്ചുകൂടെ മീൻസ് ഇങ്ങനെ വിദ്യമൊഴിച്ച് ആ ട്യൂണ് നൈസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിനത് ചേരുന്നുണ്ടോ എന്ന് എനിക്ക് എന്തോ പോലെ തോന്നിയ ഈ പടത്തിന് ഇതൊരു അനുയോജ്യമായിട്ടുള്ളൊരു മ്യൂസിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. മേ ബി ഇതൊരു അഭിപ്രായം ഉണ്ടാകും. പക്ഷേ എനിക്ക് അതൊന്ന് സിങ്ക് ആയില്ല. അതായിരിക്കും മേ ബി ഈ മൂവിയിലുണ്ടായിരുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. നല്ല ട്വിസ്റ്റും കാര്യങ്ങളും സ്റ്റോറിയൊക്കെ നല്ല ഉണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സും ഓക്കെ ആയിരുന്നു. കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് എല്ലാം അത്യാവശ്യം ഓക്കെയാണ്. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നതാണോ, വെർത്ത് വാച്ചിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി. ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു അനുഭവമായിരിക്കും. എന്തായാലും എനിക്ക് റീസെൻ്റ്ലി ഇറങ്ങിയ ഗുഡ് ബാഡ് അഗ്ലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു മൂവിയായിരുന്നു. പക്ഷേ ഇതെനിക്ക് റീസെൻ്റ്ലി ഇറങ്ങിയതിൽ പുള്ളിക്കാരൻ്റെ കുറച്ച് ബെറ്റർ മൂവിയായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നു.
അപ്പോൾ ആരെങ്കിലും കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ സെയിം ടേസ്റ്റുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ.